ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്: എ ട്രസ് ഓഫ് സ്പാൻ 5 meter is loaded as shown in figure. Find the reactions and forces in the members marked 4, 5 and 7 using method of section. ഓക്കെ, അപ്പോൾ ഇവിടെ ട്രസ്സിൻ്റെ സ്പാൻ തന്നിട്ടുണ്ട്, ലോഡിങ് എല്ലാ കാര്യങ്ങളും എങ്ങനെയാണ് ട്രസ് ഉള്ളത് എന്നുള്ളതൊക്കെ ഫിഗർ കൃത്യമായിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത് റിയാക്ഷൻസ് കണ്ടുപിടിക്കണം. ഓക്കെ, റിയാക്ഷൻസ്. പിന്നെ അതുപോലെ തന്നെ ഫോഴ്സസ് ഇൻ ദ മെമ്പേഴ്സ് മാർക്ഡ് 4, 5 ആൻഡ് 7. ഓക്കെ, ഇവിടെ 4, 5, 7 എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിട്ടുള്ള മെമ്പേഴ്സ് കണ്ടോ? മെമ്പർ ED, മെമ്പർ EC ആൻഡ് മെമ്പർ CB. ഓക്കെ, അപ്പോൾ ഈ 3 മെമ്പേഴ്സിലെ ഫോഴ്സസും കണ്ടുപിടിക്കണം ബൈ യൂസിങ് മെത്തേഡ് ഓഫ് സെക്ഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് നമുക്ക് സപ്പോർട്ട് റിയാക്ഷൻ കണ്ടുപിടിക്കാം അല്ലേ? സപ്പോർട്ട് റിയാക്ഷൻ നമുക്ക് കണ്ടുപിടിക്കാം. ഇപ്പോൾ സപ്പോർട്ട് റിയാക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൽ ഏതൊക്കെ ലോഡുകളുണ്ട്? 10 kN ഉണ്ട്. ഓക്കെ, അത് ആക്ട് ചെയ്യുന്നത് ഡിയിലാണ്. 12 kN ഉണ്ട്. ഓക്കെ, പിന്നെ നമ്മുടെ സപ്പോർട്ട് ഹിഞ്ച് സപ്പോർട്ടും ഒന്ന് റോളറുമാണ്. അപ്പോൾ ഹിഞ്ച് സപ്പോർട്ടിൽ ഓട്ടോമാറ്റിക്കലി ഹൊറിസോണ്ടൽ റിയാക്ഷൻ വരും അല്ലേ? വെർട്ടിക്കൽ റിയാക്ഷൻ ആൻഡ് ഹൊറിസോണ്ടൽ റിയാക്ഷൻ ഉണ്ടാവും. ആൻഡ് റോളർ സപ്പോർട്ടിൽ വെർട്ടിക്കൽ റിയാക്ഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ ഹൊറിസോണ്ടൽ ലോഡ് ഉണ്ടോ നോക്കുക. ഹൊറിസോണ്ടൽ ലോഡുകൾ വേറെ ഒന്നുമില്ല. അപ്പോൾ സമ്മേഷൻ ഓഫ് ഹൊറിസോണ്ടൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന കൺസെപ്റ്റ് എടുത്താൽ ഇവിടെ വരുന്ന റിയാക്ഷൻ അല്ലെങ്കിൽ വരാവുന്ന റിയാക്ഷൻ HA എന്ന് പറഞ്ഞ് ഞാൻ നെയിം ചെയ്താൽ, ഇവിടെ VA ആൻഡ് VB ഞാൻ നെയിം ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, സമ്മേഷൻ ഹൊറിസോണ്ടൽ ഫോഴ്സ് വേറെ ഒന്നും ഇല്ലാത്തത് കൊണ്ട്, ഓക്കെ, ഹൊറിസോണ്ടൽ ഫോഴ്സ് എക്സ്റ്റേണലി വേറെ ഇല്ല. അപ്പോൾ HA എന്ന് പറയുന്ന റിയാക്ഷൻ മാത്രമേ ഹൊറിസോണ്ടൽ ഫോഴ്സിന്റെ കൂട്ടത്തിലുള്ളൂ. അപ്പോൾ നമുക്ക് HA ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ ഹൊറിസോണ്ടൽ റിയാക്ഷൻ നമുക്ക് 0 കിട്ടി. ഇനി നമുക്ക് മൊമെന്റ് എടുക്കാൻ വേണ്ടിയിട്ട്, അതായത് റിയാക്ഷൻ VA VB കിട്ടാൻ വേണ്ടി ഏതെങ്കിലും ഒരു സൈഡിന് കറസ്പോണ്ടിങ് ആയിട്ട് മൊമെന്റ് എടുക്കണം. അപ്പോൾ അത് നമുക്ക് ചൂസ് ചെയ്യാം. ഏത് സൈഡ് ആയാലും കുഴപ്പമില്ല. നമുക്ക് ഈ ആക്ട് ചെയ്യുന്ന ലോഡിന്റെ ഒക്കെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വേണം. ഓക്കെ, ഇപ്പം ഡിയിൽ ആക്ട് ചെയ്യുന്ന 10 kN, പേയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മൾ മൊമെന്റ് എടുക്കുന്നതെങ്കിൽ, ഓക്കെ, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് ആയിരിക്കും. ഓക്കെ, അതായത് 10 ഇൻറ്റു ആ 10 കാരനുള്ള മൊമെന്റ് പേയിലേക്കാണ് എടുക്കുന്നതെങ്കിൽ ആ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ഒരു ഡിസ്റ്റൻസ് ആയിരിക്കും. ഇനിയിപ്പോൾ ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് മൊമെന്റ് എടുക്കുന്നതെങ്കിൽ ഈ ഒരു ഡിസ്റ്റൻസ് ആയിരിക്കും ബിയിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. 10 kN എന്ന് പറയുന്ന ലോഡ് ബിയിൽ ക്രിയേറ്റ് ചെയ്യുന്ന മൊമെന്റ് എന്ന് പറയുന്നത് ഈ 10 kN ഇൻറ്റു ഇപ്പം ഞാനിവിടെ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ഒരു ഡിസ്റ്റൻസ് ആയിരിക്കും. അതേപോലെ 12 kN കാരണമുള്ള മൊമെന്റ് എക്ക് കറസ്പോണ്ടിങ് ആയിട്ടാണെങ്കിൽ ഇവിടം തൊട്ട്, അതായത് ഇപ്പം 12 ആക്ട് ചെയ്യുന്ന അതിന്റെ ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് ഇതിലൂടെയാണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഏതാ? ഇതായിരിക്കും പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഫോഴ്സ് 12 ആക്ട് ചെയ്യുന്ന ആ സ്ഥലത്തു നിന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇവിടുന്ന് ഈ പോയിന്റിൽ നിന്ന് എയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ അത് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ആ ഡിസ്റ്റൻസുകളൊന്നും ഇപ്പം നമുക്ക് കൃത്യമായിട്ട് അറിയില്ല, ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇനി ബിയിലേക്കാണെങ്കിൽ ഇവിടം തൊട്ട് ബി വരെയുള്ള ഡിസ്റ്റൻസ്, അതാണ് ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 12 kN മൊമെന്റ് എടുക്കുകയാണെങ്കിൽ വരുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അപ്പോൾ നമുക്ക് റിയാക്ഷൻ കണ്ടുപിടിക്കാൻ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ സെറ്റാണ്. എന്നാൽ ആ ഡിസ്റ്റൻസുകൾ, ഇപ്പം ഞാൻ കാണിച്ചിരിക്കുന്ന ഡിസ്റ്റൻസുകളും കൂടി നമുക്ക് അവൈലബിൾ ആവേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ 2 ആംഗിൾ 60 ആണ്. അപ്പോൾ ഇതും എന്ത് തന്നെയായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് 60 ആണെങ്കിൽ ഇതൊരു 3 ആംഗിൾ 60, ഇതൊരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ട്രയാങ്കിളിന്റെ എല്ലാ സൈഡും എന്തായിരിക്കും? 2.5 ആയിരിക്കും. അതായത് AC എന്ന് പറയുന്ന ഡിസ്റ്റൻസ്, ഓക്കെ, AC എന്ന് പറയുന്ന ഇവിടെ മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ് എന്ത് തന്നെയായിരിക്കും? 2.5 ആയിരിക്കും. ആ ഒരു ട്രയാങ്കിളിന്റെ പാർട്ടാണല്ലോ. ഇനി A മുതൽ B വരെ 5 മീറ്റർ ആണെങ്കിൽ CB എന്തായിരിക്കും? CB എന്ന് പറയുന്നത് 5 - 2.5, ദാറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു 2.5 മീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ AC 2.5, CB 2.5. അപ്പോൾ CB നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇത് 60, ഇത് 30 ആണെങ്കിൽ ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ്. ഓക്കെ, അതുപോലെ ഇവിടെ 10 kN ആക്ട് ചെയ്യുന്നത് ഈ ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റിലാണ്. അപ്പോൾ അതിന്റെ ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് ഈ 2.5നെ ഹാഫ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന രീതിയിലായിരിക്കും. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1.25 ആയിരിക്കും. ഓക്കെ, അതേപോലെ നമുക്ക് ഇവിടെയും കണ്ടുപിടിക്കാം. ഇത് 2.5 ആണ്. ഇവിടെ ഒരു ആംഗിൾ അവൈലബിൾ ആണ്, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇതിലേതെങ്കിലും ഒരു സൈഡ് എടുത്ത് നമുക്ക് ഇവിടെയുള്ള ഈ ഒരു ഡിസ്റ്റൻസ്, ഓക്കെ, നമുക്ക് വേണ്ട ആവശ്യമായിട്ടുള്ള ഈ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ
ഈ ഒരു ഡിസ്റ്റൻസ് ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം ഇതിന്റെ അകത്തുനിന്ന് നമുക്ക് ഇത്രയും കാര്യങ്ങൾ ക്വസ്റ്റ്യന് അവൈലബിൾ ആണ്. Support reactions. We need the distances x and y shown in figure to find out support reaction. അപ്പോൾ ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട് x, ഓക്കെ, ആൻഡ് y. അപ്പോൾ നമുക്ക് ഈ 10 ഇൻറ്റു എയിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് x ആണ്, 10 ഇൻറ്റു x ആണ്. അതേപോലെ 12 ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എക്ക് കറസ്പോണ്ടിങ് ആയിട്ടാണ് മൊമെന്റ് എടുക്കുന്നതെങ്കിൽ y പ്ലസ് എ സി എന്ന് പറയുന്ന ഡിസ്റ്റൻസ്. അപ്പോൾ എ സി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് 2.5 ആണ് വരുന്നതെന്നുള്ളത് ഞാൻ ഓൾറെഡി കാണിച്ചിരുന്നു അല്ലെ. അത് ഒരു ഇക്വലേറ്ററൽ ട്രയാങ്കിളിന്റെ പാർട്ടാണ്. അതിന്റെ ഒരു സൈഡ് 2.5 ആണെങ്കിൽ എ സി 2.5 ആണ്. അപ്പൊ നമുക്ക് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. ഓക്കെ, അതായത് എക്സും വൈയും നമുക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അപ്പം അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, കൺസിഡർ ദിസ് ട്രയാങ്കിൾ ഫോർ ഫൈൻഡിങ് ഔട്ട് എക്സ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇക്വലേറ്റർ ട്രയാങ്കിളിൽ അതിന്റെ ഏറ്റവും ടോപ്പിൽ ലോഡ് ആക്ട് ചെയ്യുകയാണെങ്കിൽ അത് പാസ് ചെയ്യുന്നതെന്ന് പറയുന്നത് അതിന്റെ ബേസിന് കറസ്പോണ്ടിങ് ആയിട്ട് കറക്റ്റ് ഹാഫിലൂടെ ആയിരിക്കും, അല്ലെങ്കിൽ അതിന്റെ ലൈൻ ഓഫ് ആക്ഷൻ കറക്റ്റ് ഹാഫിലൂടെ ആയിരിക്കും. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആ സൈഡിന്റെ ഹാഫ് ആയിരിക്കും. എന്നാൽ നമുക്കൊന്നത് ഒന്നും കൂടി ഒന്നത് നമുക്ക് ഉറപ്പുവരുത്താം. ഓക്കെ, എക്സാമിന് അത് ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് ടൈം വേസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഡയറക്റ്റ് അത് ഹാഫിലൂടെ തന്നെയാണ് കട്ട് ചെയ്യുന്നതെന്നുള്ള രീതിയിൽ എടുക്കാം. ഓക്കെ, അതൊരു ഇക്വലേറ്ററൽ ട്രയാങ്കിൾ ആണെങ്കിൽ. ഓക്കെ, അപ്പം ഇവിടെ ഞാൻ ആ ഡിസ്റ്റൻസ് ഒന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എക്സ് എന്ന് പറയുന്ന ഡിസ്റ്റൻസ്, ഓക്കെ, ഇതിൽ എക്സ് എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഇതാണ്. ആ എക്സ് ഡിസ്റ്റൻസിന് കറസ്പോണ്ടിങ് ആയി ഞാൻ ഈ ഒരു ട്രയാങ്കിൾ ഇവിടെ എടുത്തു. ഓക്കെ, എ ഡി ആൻഡ് ദാറ്റ് കറസ്പോണ്ടിങ് പോയിന്റ് വരുന്ന രീതിയിൽ. അപ്പൊ ഇതിൽ cos 60 ഞാൻ എടുത്തു കഴിഞ്ഞാൽ cos 60 എന്ന് പറയുന്നത് അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പൊ cos 60 is equal to അഡ്ജസന്റ് സൈഡ് എക്സ് ആണ്. അതുപോലെ അതിന്റെ ഹൈപ്പോട്ടന്യൂസ് 2.5 ആണ്. അപ്പോൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടി x is equal to 2.5 cos 60. അപ്പോൾ cos 60 എന്ന് പറയുന്നത് 1/2 ആണ്. അപ്പോൾ x is equal to 1.25 മീറ്റർ കിട്ടി. ഓക്കെ, അപ്പൊ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1.25 ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഇക്വലേറ്റർ ട്രയാങ്കിളിന്റെ ആ ഒരു സൈഡിന്റെ ഹാഫിലൂടെ തന്നെയാണത് ആ ലോഡ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ 2.5 ആണ് ആ സൈഡ് വരുന്നത്, എ സി എന്ന് പറയുന്ന സൈഡ് വരുന്നത്. അപ്പൊ അതിന്റെ ഹാഫ് തന്നെയാണ് 1.25 അല്ലെ. അപ്പൊ അത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റി. അപ്പൊ ആ ഡിസ്റ്റൻസ് കിട്ടി. ഓക്കെ, അപ്പം ഇവിടെ നമുക്കറിയാം, ഞാൻ ഓൾറെഡി പറഞ്ഞു, എ സി ഈസ് ഈക്വൽ ടു എ ഡി ഈസ് ഈക്വൽ ടു 2.5 മീറ്റർ ഇക്വലേറ്റർ ട്രയാങ്കിൾ ആയതുകൊണ്ട്. ഓക്കെ, അപ്പൊ എ സി ആൻഡ് എ ഡി. ഓക്കെ, എ ഡി 2.5 ആണെങ്കിൽ എ സിയും 2.5 ആണ്. എ സി 2.5 ആണെങ്കിൽ സി ബി എന്ന് പറയുന്ന 5 മൈനസ് 2.5 ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സൈഡ് കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ ആ y എന്ന് പറയുന്ന ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ട്രയാങ്കിൾ ബി ഇ സി കൺസിഡർ ചെയ്യാണ്. ഓക്കെ, ട്രയാങ്കിൾ ബി ഇ സി. ട്രയാങ്കിൾ ബി ഇ സി എവിടെയാണ് വരുന്നത്? ബി ഇ സി. ഓക്കെ, ഈ ഒരു പാർട്ട് എനിക്ക് y ആണ് വേണ്ടത്. അപ്പോൾ അതിന് എനിക്ക് സി ഇ അല്ലെങ്കിൽ ഇ ബി എന്ന് പറയുന്ന സൈഡ് ഏതെങ്കിലും ഒരെണ്ണം വേണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാണ്. അപ്പോൾ ഇത് ഈ ആംഗിൾ 60, ഇവിടെ 30, ഇത് 90 ആണ്, ഇക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗിൾ. ഓക്കെ, ഇത് 90 ഡിഗ്രി, ഇത് 60 ഡിഗ്രി ആണ്. അപ്പം ഞാൻ ഈ സൈഡുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് 90 ഡിഗ്രി ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് വരുന്ന ഹൈപ്പോട്ടന്യൂസ് ആയിരിക്കും. അപ്പൊ ഇവിടെ ബി സി എന്ന് പറയുന്ന അല്ലെങ്കിൽ സി ബി എന്ന് പറയുന്ന ഹൈപ്പോട്ടന്യൂസ് ആണ്. ഓക്കെ, അപ്പൊ ഈ ആംഗിൾ 30 ആണ് ഞാൻ എടുക്കുന്നതെങ്കിൽ അഡ്ജസന്റ് സൈഡ് എന്ന് പറയുന്നത് ഇ ബി ആണ്, ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് ഇ സി ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു സൈഡ് എനിക്ക് എടുക്കണം. ഞാൻ സി കണ്ടുപിടിക്കാൻ പോവാണ്. ഓക്കെ, അപ്പം ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് ഏതാ? സൈൻ 30 അല്ലെ, സൈൻ തീറ്റയാണ്. അപ്പൊ സൈൻ 30 ഞാൻ എടുക്കുവാണ്. ഓപ്പോസിറ്റ് സൈഡ് ഈസ് സി ഇ ആൻഡ് ഹൈപ്പോട്ടന്യൂസ് ഈസ് സി ബി. ഓക്കെ, അപ്പൊ സി ബി നമുക്കറിയാം 2.5 ആണ്. അപ്പൊ സി ഇ ബൈ 2.5. ഓക്കെ, അപ്പൊ സി എന്ന് പറയുന്നത് 2.5 ഇൻറ്റു സൈൻ 30. സൈൻ 30 എന്ന് പറയുന്നത് 1/2 തന്നെയാണ്. അപ്പൊ സി നമുക്ക് 1.25 കിട്ടും. ഓക്കെ, അപ്പൊ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1.25 മീറ്റർ ആണ്. അപ്പൊ ഈ ഒരു സൈഡ് കിട്ടി. ഓക്കെ, അപ്പം ഈ ഒരു സൈഡ് ഉണ്ട്, ഇവിടെ ആംഗിളും ഉണ്ട്. നമുക്ക് കണ്ടുപിടിക്കാലോ. ഈ ഒരു ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ അല്ലെ, നമുക്ക് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. ഈ y ഡിസ്റ്റൻസ് ആണിത്. അപ്പോൾ y കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇത് 1.25 നമുക്ക് കിട്ടി. ഈ ആംഗിളും അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഇത് ഹൈപ്പോട്ടന്യൂസ് ആണ്, ഈ ആംഗിളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അഡ്ജസന്റ് സൈഡ് ആണ്. അപ്പോൾ cos 60 എന്നുള്ള രീതിയിൽ എടുക്കാം. ഓക്കെ, കൺസിഡർ ദ ഫോളോയിങ് ട്രയാങ്കിൾ ഫോർ ഫൈൻഡിങ് ഔട്ട് y കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പോർഷൻ എടുത്തു. ഓക്കെ, സി ഇ ബേസ് പോർഷൻ, അതായത് പെർപെൻഡിക്കുലർ ലോഡ് അല്ലെങ്കിൽ ആ 12 കിലോ ന്യൂട്ടൺ എന്ന് പറയുന്ന ലോഡ് ആക്ട് ചെയ്യുന്ന പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ഞാൻ y എടുത്തു സിയിൽ നിന്ന്. ഓക്കെ, അപ്പം ഈ ഒരു ട്രയാങ്കിൾ എടുത്തു. cos 60 is equal to y by 1.25. ഓക്കെ, y എന്ന് പറയുന്നത് അഡ്ജസന്റ് സൈഡ് ആണ്,
ആൻഡ് ഹൈപ്പോട്ടന്യൂസ്. ഓക്കെ, അതെടുത്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി? y വാല്യൂ കിട്ടി. അത് 0.625 ആണ്. 1.25 ഇൻറ്റു cos 60. അപ്പോൾ എനിക്ക് റിയാക്ഷൻ കണ്ടുപിടിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ഡിസ്റ്റൻസുകളും കിട്ടി. ഇനി എനിക്ക് ഡയറക്റ്റ് സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പം സമ്മേഷൻ ഹൊറിസോണ്ടൽ ഫോഴ്സ് ഇസ് ഈക്വൽ ടു 0 ആണ്. അതുകൊണ്ട് HA 0 ആണ്, ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നല്ലോ. ഇനി എക്ക് കറസ്പോണ്ടിങ് ആയിട്ടോ ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ടോ നമുക്ക് മൊമെന്റ് എടുക്കാം. അപ്പം ഞാനിവിടെ എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് മൊമെന്റ് എടുക്കുവാണ്. എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് മൊമെന്റ് എടുക്കുമ്പോൾ ആദ്യം ഞാൻ VA, ഓക്കെ, VA എന്ന് പറയുന്ന റിയാക്ഷൻ ഉണ്ട്. അത് എയിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അവിടെ ഉണ്ടോ? ഇല്ല. അപ്പം VA എയിൽ ഉണ്ടാക്കുന്ന മൊമെന്റ് 0 ആണ്. പിന്നെ 10 കിലോ ന്യൂട്ടൺ അതെങ്ങനെ ആക്ട് ചെയ്യുന്നത്? താഴോട്ടാണ് ആക്ട് ചെയ്യുന്നത്. എ എന്ന് പറയുന്ന പോയിന്റ് വരുന്നത് അതിന്റെ ലെഫ്റ്റിലാണ്. അപ്പൊ താഴോട്ട് വന്ന് ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ അത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. അപ്പൊ ക്ലോക്ക് വൈസിലുള്ള മൊമെന്റ് നമുക്ക് പ്ലസ്സിൽ എടുക്കാം. അപ്പൊ 10 ഇൻറ്റു 10ന്റെ മൊമെന്റ് എന്ന് പറയുന്ന എയിലേക്കുള്ളത് 10 ഇൻറ്റു 1.25 ആണ്. പിന്നെയുള്ളത് 12 എന്ന് പറയുന്ന ലോഡാണ്. 12 എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്? താഴോട്ടാണ്. എ എന്ന് പറയുന്ന പോയിന്റ് ലെഫ്റ്റ് ആണ്. അപ്പൊ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തന്നെയാണ് മൊമെന്റ് വരുന്നത്. അപ്പം പ്ലസ് 12 ഇൻറ്റു എയിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്ന 0.625 പ്ലസ് 2.5. ഓക്കെ, അതായിരിക്കും വാല്യൂ വരുന്നത്. 12 ഇൻറ്റു 0.625 പ്ലസ് 2.5. ഓക്കെ, ഇനിയുള്ളത് ഏതാ? VB ഉണ്ട് അല്ലെ. VB എങ്ങനെ ആക്ട് ചെയ്യുന്ന? മുകളിലോട്ടാണ്. എ എന്ന് പറയുന്ന പോയിന്റ് ലെഫ്റ്റിലാണ്. അപ്പൊ മുകളിലോട്ട് വന്ന് ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ ഇത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. അപ്പൊ -VB ഇൻറ്റു 5 വരും. ഓക്കെ, ഈക്വൽ ടു 0. വേറെ ലോഡുകളൊന്നും ഇതിൽ ആഡ് ചെയ്യാനായിട്ടില്ല. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് VB വാല്യൂ കിട്ടും. ഓക്കെ, ടേക്കിംഗ് മൊമെന്റ് അബൌട്ട് എ, സമ്മേഷൻ ഓഫ് മൊമെന്റ് അബൌട്ട് എ ഈസ് ഈക്വൽ ടു 0 -VB ഇൻറ്റു 5 പ്ലസ് 12 ഇൻറ്റു 0.625 പ്ലസ് 2.5 പ്ലസ് 10 ഇൻറ്റു 1.25 -VB ഇൻറ്റു 5. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ 10 ഇൻറ്റു 1.25ഉം 12 ഇൻറ്റു 0.625 പ്ലസ് 2.5 ചെയ്താലും 50 ആണ് കിട്ടുന്നത്. -VB ഇൻറ്റു 5 ഈസ് ഈക്വൽ ടു -50 എന്ന് വരും. 50 ഇപ്പുറത്തേക്ക് ഒരു മൈനസ് ആവുമല്ലോ. അപ്പോൾ VB 10 കിലോ ന്യൂട്ടൺ എന്ന് കിട്ടും. അപ്പോൾ VB കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് സമ്മേഷൻ ഓഫ് വെർട്ടിക്കൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു 0 എടുക്കാം. അപ്പോൾ അതിലുള്ള വെർട്ടിക്കൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഒന്ന് 10 ഉണ്ട്, 12 ഉണ്ട്, പിന്നെ VA VB ഉണ്ട്. ഓക്കെ, അപ്പോൾ VAയും VBയും അപ്വേർഡ് ആണ്, 10ഉം 12ഉം താഴോട്ടാണ്, ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് VB കിട്ടിയിരുന്നല്ലോ. അപ്പോൾ VA പ്ലസ് VB, ഓക്കെ, -10 -12 ഈക്വൽ ടു 0. അപ്പോൾ 10 നമുക്ക് കട്ട് ചെയ്യാം. VA ഈസ് ഈക്വൽ ടു 12 കിലോ ന്യൂട്ടൺ എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് റിയാക്ഷൻസ് കിട്ടി, VA ആൻഡ് VB. അപ്പം ഇവിടെ ഒന്നും കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. നമ്മളിവിടെ ഈ ഡിസ്റ്റൻസ് അവൈലബിൾ അല്ലാത്തത് കൊണ്ട്, ഓക്കെ, അതായത് 10 ആക്ട് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് എയിലേക്കുള്ളയോ അല്ലെങ്കിൽ ബിയിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അവൈലബിൾ അല്ലാത്തത് കൊണ്ട് ട്രയാങ്കിളിന്റെ കൺസെപ്റ്റ് വെച്ച് ആ ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചാണ്. അതേപോലെ 12 കിലോ ന്യൂട്ടൺ ആക്ട് ചെയ്യുന്ന കറസ്പോണ്ടിങ് പോയിന്റിൽ നിന്ന് എയിലേക്കോ ബിയിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് നമുക്ക് അവൈലബിൾ അല്ലാത്തത് കൊണ്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്തു? ട്രയാങ്കിളിന്റെ കൺസെപ്റ്റ് അപ്ലൈ ചെയ്തിട്ട് ആ ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചതാണ്. ഓക്കെ, വേറെ ഒന്നും ഇതിൻ്റെ അകത്ത് ടഫ് ആയിട്ടുള്ളതില്ല. ആ ഡിസ്റ്റൻസ്, ആ ട്രയാങ്കിളിന്റെ ബേസിക് കൺസെപ്റ്റ് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നത് പോലെ നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് റിയാക്ഷൻസ് ഇവിടെ കണ്ടുപിടിക്കാൻ പറ്റി. ഇനി നമുക്ക് വേണ്ടത് 4, 5, 6 എന്ന് പറഞ്ഞ 4, 5, 7 എന്ന് പറഞ്ഞ നമ്പർ ചെയ്തിരിക്കുന്ന മെമ്പേഴ്സിലെ DE, CE ആൻഡ് CB എന്ന് പറയുന്ന മെമ്പേഴ്സിലെ ഫോഴ്സസ് ആണ്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഇതിന്റെ രണ്ട് പാർട്ടായിട്ട് തിരിക്കാൻ പോവാണ്. ഓക്കെ, അപ്പം ഞാനൊരു സെക്ഷൻ ലൈൻ വെച്ച് തിരിക്കുവാണ്. ഡ്രോ എ സെക്ഷൻ ലൈൻ 1, 1. ഓക്കെ, ആ സെക്ഷൻ ലൈൻ 1 എന്ന് പേര് കൊടുത്തു. കട്ടിങ് ദ മെമ്പേഴ്സ് 4, 5 ആൻഡ് 7 ഇൻ വിച്ച്, ഓക്കെ, നമുക്ക് മാക്സിമം 3 മെമ്പേഴ്സെ കട്ട് ചെയ്യാൻ പാടുള്ളൂ അൺനോൺ ഫോഴ്സുകളുള്ള. അപ്പോൾ നമുക്ക് ഇവിടെ 4ഉം 5ഉം 7ഉം നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ള മെമ്പേഴ്സ് 3ഉം നമുക്ക് കട്ട് ചെയ്യാം. ആ രീതിയിലാണ് ഫിഗർ ഉള്ളത്. അപ്പം 4ഉം 5ഉം 7ഉം കട്ട് ചെയ്യുന്ന രീതിയിൽ ഞാൻ സെക്ഷൻ എടുത്ത് 1, 1. ഓക്കെ, ഇൻ വിച്ച് ഫോഴ്സസ് ആർ ടു ബി ഡിറ്റർമിൻഡ്. ഓക്കെ, 4, 5, 7 ഞാൻ കട്ട് ചെയ്യാൻ കാരണം ആ മെമ്പർ ഫോഴ്സുകളാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഏത് മെമ്പേഴ്സിലെ ഫോഴ്സസ് ആണോ കണ്ടുപിടിക്കേണ്ടത് അതിലൂടെ വേണം സെക്ഷൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി ഇതിന്റെ ഏതെങ്കിലും ഒരു സൈഡ് നമ്മൾ ചൂസ് ചെയ്യും, ലെഫ്റ്റ് അല്ലെങ്കിൽ റൈറ്റ്. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, ഞാൻ ഇവിടെ സെക്ഷൻ കട്ട് ചെയ്തു, 1, 1 എന്ന് പറയുന്ന സെക്ഷൻ. അതിന്റെ ലെഫ്റ്റ് സൈഡ് ആണോ ചെറുത്, റൈറ്റ് സൈഡ് ആണോ? റൈറ്റ് സൈഡ് അല്ലേ കുറച്ചുകൂടി ചെറുത്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? റൈറ്റ് ഹാഫ് ചൂസ് ചെയ്യണം, അല്ലെങ്കിൽ റൈറ്റ് പോർഷൻ. ഞാൻ കട്ട് ചെയ്ത സെക്ഷന്റെ റൈറ്റ് പാർട്ട് ഞാൻ ചൂസ് ചെയ്യണം. ഓക്കെ, കൺസിഡർ ദ ഇക്വിലിബ്രിയം ഓഫ് റൈറ്റ് ഹാഫ് അല്ലെങ്കിൽ റൈറ്റ് പാർട്ട് ഓഫ് ദ ട്രസ് ബിക്കോസ് ഇറ്റ് ഈസ് സ്മോളർ ദാൻ ലെഫ്റ്റ് പാർട്ട്. അപ്പൊ ലെഫ്റ്റ് പാർട്ടിനേക്കാളും ചെറുതായതുകൊണ്ട് റൈറ്റ് പാർട്ട് ഞാൻ ചൂസ് ചെയ്തു.
ഓക്കെ, അപ്പൊ ഈ റൈറ്റ് പാർട്ട് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് വേണം സെക്ഷൻ എടുക്കാൻ, അല്ലെങ്കിൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് റൈറ്റ് സൈഡ് മാത്രം എടുക്കണം. ഓക്കെ, അപ്പൊ റൈറ്റ് സൈഡ് മാത്രം എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അത് വരിക? ഇവിടെ ബി സി ഇങ്ങനെ പോകുന്നുണ്ട്, അപ്പൊ ബി സി ഇവിടെ വെച്ച് സ്റ്റോപ്പായി. ഓക്കെ, സെക്ഷൻ ലൈൻ ഇതിലൂടെയാണല്ലോ പാസ് ചെയ്യുന്നത്, അപ്പൊ സെക്ഷൻ ലൈൻ ഇതിലൂടെ പാസ് ചെയ്യുന്നു. അപ്പൊ ഇത് ഞാൻ ഇവിടം വരെ കണ്ടിന്യൂ ചെയ്തു. ഓക്കെ, അപ്പൊ ഈ പോയിന്റ് എന്ന് പറയുന്നത് ഇ ആണ്. ഓക്കെ, ഇന്ന് അത് സിയിലേക്ക് പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടം വരെയുള്ളൂ. അപ്പൊ ഞാൻ ആ സി എന്ന് പറയുന്ന പോയിന്റും കൂടി ഡോട്ടർ ലൈനിൽ കാണിച്ചു സെക്ഷന്റെ അപ്പുറത്തുള്ള. ഓക്കെ, അപ്പൊ ഇത് ഇ ആണ്, ഇതിന്റെ അപ്പുറത്തേക്ക് ഡി വരുന്നുണ്ട്. ഓക്കെ, ഇത് നമുക്ക് കണ്ടുപിടിക്കേണ്ട ഇ ഡി എന്ന് പറഞ്ഞ മെമ്പറാണ്, ഡി സി എന്ന് പറഞ്ഞ മെമ്പറാണ്, ഇത് ബി സി എന്ന് പറഞ്ഞ മെമ്പറാണ്, ഇത് ജോയിന്റ് സി. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിന്റെ റൈറ്റ് പാർട്ട് മാത്രം എടുത്താൽ മതി. റൈറ്റ് പാർട്ടിലുള്ള ഫോഴ്സുകൾ കൃത്യമായി മാർക്ക് ചെയ്യണം. ഒന്ന്, എക്സ്റ്റേണലി ആക്ട് ചെയ്യുന്ന ലോഡ് 12 കിലോ ന്യൂട്ടൺ, വേറെ എക്സ്റ്റേണൽ ലോഡുകളൊന്നും ഇതിലില്ല. പിന്നെയുള്ളത് ഇവിടെ റിയാക്ഷൻ വി ബി നമുക്ക് 10 കിലോ ന്യൂട്ടൺ കിട്ടിയിരുന്നു, അപ്പൊ 10 ഞാനത് മാർക്ക് ചെയ്തു. ഇനി ഏതൊക്കെ മെമ്പേഴ്സ് ആണോ കട്ട് ചെയ്തിരിക്കുന്നത്, ആ കട്ട് ചെയ്തിട്ടുള്ള മെമ്പേഴ്സിലെ ഫോഴ്സസ് മാർക്ക് ചെയ്യണം. ഓക്കെ, അപ്പം ഇ ഡി എന്ന് പറഞ്ഞ മെമ്പറിലെ ഫോഴ്സ് അത് ഞാൻ ടെൻസൈൽ ആയിട്ട് മാർക്ക് ചെയ്തു. ഇ സി എന്ന് പറഞ്ഞ മെമ്പറിലെ ഫോഴ്സ് ടെൻസൈൽ ആയിട്ട് മാർക്ക് ചെയ്തു. അതുപോലെ ബി സി എന്ന് പറഞ്ഞ മെമ്പറിലെ ഫോഴ്സ് അതും ഞാൻ ടെൻസൈൽ ആയിട്ട് മാർക്ക് ചെയ്തു. അതായത് ഈ ജോയിന്റ് മൂവിങ് അവേ. ഓക്കെ, ഞാൻ കൺസിഡർ ചെയ്ത പാർട്ടിലുള്ള ജോയിന്റുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് വേണം ടെൻസൈൽ ആയിട്ട് അസ്യൂം ചെയ്യാൻ. ഓക്കെ, മൂവിങ് അവേ ഫ്രം ദ ജോയിന്റ് ഞാൻ മാർക്ക് ചെയ്തു. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ഫ്രീ ബോഡി ഡയഗ്രാം വരിക. നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ള സെക്ഷന്റെ റൈറ്റ് പാർട്ടിൽ വരുന്ന എല്ലാ ഫോഴ്സുകളും റിയാക്ഷൻസും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള, അതായത് കട്ട് ചെയ്തിട്ടുള്ള മെമ്പേഴ്സിലെ ഫോഴ്സസ്, റിയാക്ഷൻസ്, അതുപോലെ എക്സ്റ്റേണൽ ലോഡ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഫ്രീ ബോഡി ഡയഗ്രാം. ഓക്കെ, ഇനി ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട്, അതായത് റൈറ്റ് സൈഡിന് കറസ്പോണ്ടിങ് ആയിട്ട് അത് ഇക്വിലിബ്രിയത്തിലാണ്. ഓക്കെ, ഈ റൈറ്റ് സൈഡിലുള്ള എല്ലാ ഫോഴ്സുകളുടെയും സമ്മേഷൻ ഓഫ് വെർട്ടിക്കൽ എടുത്തു കഴിഞ്ഞാലും ഹൊറിസോണ്ടൽ ഫോഴ്സുകളുടെ സം എടുത്തു കഴിഞ്ഞാലും സമ്മേഷൻ ഓഫ് മൊമെന്റ് എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 0. അതുപോലെ ഇവിടെ ഞാൻ നെയിം കൊടുക്കാനായിട്ടുണ്ട്. അപ്പം ഇവിടെ മെമ്പർ നമ്പർ 7 എന്നാണ് നമ്പർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ മെമ്പർ നമ്പർ 7ലുള്ള ഫോഴ്സിന് ഞാൻ F7 എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് പേര്. മെമ്പർ നമ്പർ 5, അതായത് ഇ സി എന്ന് പറഞ്ഞ മെമ്പറിലെ ഫോഴ്സിന് ഞാൻ F5 എന്ന് പറഞ്ഞു കൊടുക്കുവാണ്. ബി സി എന്ന് പറഞ്ഞ മെമ്പറിലെ ഫോഴ്സ് ഞാൻ F4 എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഓക്കെ, അപ്പൊ ആ രീതിയിൽ ഞാൻ നെയിമും ചെയ്തു. ഓക്കെ, അപ്പൊ ആംഗിൾസ് അറിയുന്നതൊക്കെ നമുക്ക് ഇതിൽ മാർക്ക് ചെയ്ത് വെക്കാം. 30 ആണ്, ഇത് 60 ആണ്. ഓക്കെ, ദിസ് ആംഗിൾ ഈസ് 90. ഓക്കെ, അപ്പോൾ എല്ലാ ഡീറ്റെയിൽസ് ഇതിൽ ഓൾറെഡി നമ്മൾ മാർക്ക് ചെയ്തു. ഓക്കെ, അപ്പൊ ആ രീതിയിൽ വേണം നമ്മൾ സെക്ഷൻ എടുക്കാൻ. ഓക്കെ, ഏതൊക്കെ മെമ്പേഴ്സിലെ ഫോഴ്സസ് ആണോ കണ്ടുപിടിക്കേണ്ടത്, അതിലൂടെ ആ മെമ്പേഴ്സിലൂടെ പാസ് ചെയ്യുന്ന രീതിയിൽ സെക്ഷൻ കട്ട് ചെയ്യുക. അതിന്റെ ലെഫ്റ്റ് ഓർ റൈറ്റ് പാർട്ട് എടുക്കുക, ഏതാണോ ചെറിയ പാർട്ടും നോക്കിയിട്ട് ചൂസ് ചെയ്യുക. Let F4, F5 and F7 be the forces in the members 4, 5 and 7 respectively. Their directions are assumed as tensile as shown in figure. ഇപ്പൊ ഞാൻ എടുത്ത് വരച്ച ഫിഗർ തന്നെയാണ് ഇനി ചെയ്യേണ്ടത്. ഓക്കെ, ഈ ഡിസ്റ്റൻസും നമുക്കറിയാം, സി ബി 2.5 ആണ്, വി ബി 10 ആണ്. ഓക്കെ, ഇനി ചെയ്യേണ്ടത് നമ്മളിവിടെ സമ്മേഷൻ ഓഫ് മൊമെന്റ് അബൌട്ട് ഏതെങ്കിലും ഒരു പോയിന്റ് എടുക്കുവാണ്. അപ്പം ഇതിൽ അങ്ങനെ മൊമെന്റ് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ 3 അൺനോൺസ് ഉള്ളത് കൊണ്ട് നമുക്ക് 2 ഫോഴ്സുകളുടെ ലൈൻ ഓഫ് ആക്ഷൻ വരുന്ന പോയിന്റുമായിട്ട് മൊമെന്റ് എടുക്കുവാണെങ്കിൽ ആ 2 ഫോഴ്സുകളുടെയും മൊമെന്റ് 0 ആയി പോകും. അതായത് ഫോർ എക്സാമ്പിൾ ഞാൻ ഇക്ക് കറസ്പോണ്ടിങ് ആയിട്ട് മൊമെന്റ് എടുത്തു എന്ന് വിചാരിച്ചു. ഇക്ക് കറസ്പോണ്ടിങ് ആയിട്ട് മൊമെന്റ് എടുത്താൽ F5 എന്ന് പറയുന്ന ഫോഴ്സിന്റെ ലൈൻ ഓഫ് ആക്ഷനും F7 എന്ന് പറയുന്ന ഫോഴ്സിന്റെ ലൈൻ ഓഫ് ആക്ഷനും ഈസ് ത്രൂ ഇ. ഓക്കെ, അപ്പൊ F5ഉം F7ഉം ഇക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഉണ്ടാക്കുന്ന മൊമെന്റ് വാല്യൂ 0 ആണ്. അപ്പൊ സമ്മേഷൻ ഓഫ് മൊമെന്റ് അബൌട്ട് ഇ എന്ന് പറയുന്ന ഇക്വേഷൻ്റെ അകത്ത് F5ഉം F7ഉം എലിമിനേറ്റ് ആവും. പിന്നെ അൺനോൺ ആയിട്ടുള്ളത് F4 എന്ന് പറയുന്ന ഫോഴ്സ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഓക്കെ, ഇനി അതുപോലെ ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് മൊമെന്റ് എടുക്കുകയാണെങ്കിൽ ബിയിലൂടെയാണ് F7 എന്ന് പറയുന്ന ഫോഴ്സിന്റെ ലൈൻ ഓഫ് ആക്ഷനും F4 എന്ന് പറഞ്ഞ ഫോഴ്സിന്റെ ലൈൻ ഓഫ് ആക്ഷനും. ഓക്കെ, അപ്പോൾ F4ഉം F7ഉം ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഉണ്ടാക്കുന്ന മൊമെന്റ് 0 ആണ്. അപ്പോൾ ആ ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൊമെന്റിന്റെ എക്സ്പ്രഷന്റെ അകത്തുനിന്ന് അല്ലെങ്കിൽ ഇക്വേഷന്റെ അകത്തുനിന്ന് F4ഉം F7ഉം ഒഴിവാക്കാൻ പറ്റും, നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഇനി സിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് മൊമെന്റ് എടുത്താൽ F5ന്റെയും F4ന്റെയും ലൈൻ ഓഫ് ആക്ഷൻ ത്രൂ സി ആണ്. അപ്പം സിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൊമെന്റിന്റെ എക്സ്പ്രഷന്റെ അകത്തുനിന്ന് നമുക്ക് F4ഉം F5ഉം ഒഴിവാക്കാൻ പറ്റും. കാരണം F4ഉം F5ഉം സിയിലേക്ക് ഉണ്ടാക്കുന്ന മൊമെന്റ് 0 ആണ്. F7 മാത്രമേ ആ ഇക്വേഷനിൽ ഉണ്ടായിരിക്കുള്ളൂ, നമുക്ക് മൂന്നാമത്തെ ഫോഴ്സും കിട്ടും. ഓക്കെ, അപ്പൊ ആ രീതിയിൽ നമ്മൾ നോക്കി ചൂസ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ, മാക്സിമം അൺനോൺ ഫോഴ്സുകൾ ഇക്വേഷൻ ഒഴിവാക്കിയിട്ട് മിനിമം ഒരു 1 അൺനോൺ ഒക്കെ വരുന്ന രീതിയിൽ എടുക്കുവാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് സോൾവ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള വാല്യൂസ് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇപ്പൊ ഞാൻ ആദ്യം
ഇക്ക് കറസ്പോണ്ടിങ് ആയിട്ട് മൊമെന്റ് എടുക്കുകയാണ്. ഓക്കെ, ടേക്കിംഗ് മൊമെന്റ്സ് ഓഫ് ഓൾ ഫോഴ്സസ് ആക്ടിങ് ഓൺ ദ റൈറ്റ് പാർട്ട് അബൌട്ട് ഇ. ഓക്കെ, അപ്പൊ ഇ എന്ന് പറയുന്ന ജോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ള സെക്ഷന്റെ റൈറ്റ് പാർട്ടിലുള്ള എല്ലാ ഫോഴ്സുകളും ഇക്ക് കറസ്പോണ്ടിങ് ആയിട്ട് മൊമെന്റ് എടുത്ത് ആഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ F5 F7 ലൈൻ ഓഫ് ആക്ഷൻ ത്രൂ ഇ ആയതുകൊണ്ട് അത് നമുക്ക് ഇക്വേഷൻ ഒഴിവാക്കാം. ഓക്കെ, അപ്പൊ ഈ രണ്ട് ഫോഴ്സുകൾ പോയി, F7 ആൻഡ് F5. F7 into 0, F5 into 0 ഇയിൽ ഉണ്ടാക്കുന്ന മൊമെന്റ്. അതുപോലെ 12ന്റെ ലൈൻ ഓഫ് ആക്ഷനും ത്രൂ ഇ ആണ്, അപ്പൊ ഇതും പോയി. അപ്പം ബാക്കിയുള്ളത് എന്ത് മാത്രമേ ഉള്ളൂ, VB ഇൻറ്റു ഇയിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അപ്പൊ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, അപ്പൊ ഇത് 0.625 ആണെങ്കിൽ ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2.5 മൈനസ് 0.625 ആയിരിക്കും. അപ്പൊ VB ഇൻറ്റു, അതായത് 10 ഇൻറ്റു ഈ ഡിസ്റ്റൻസ് എടുക്കാം. ഓക്കെ, അപ്പൊ നോക്കേണ്ടത് അത് ഏത് ഡയറക്ഷൻ ആണെന്ന് നോക്കാം. അപ്പം മുകളിലോട്ട് വന്ന് ഈ എന്ന് പറയുന്ന പോയിന്റ് ലെഫ്റ്റിലായതുകൊണ്ട് ഇത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. അപ്പൊ മൈനസ് VB ഇൻറ്റു 2.5 മൈനസ് 0.625 ആണ് വരിക. പിന്നെ ഉള്ളത് F4 ആണ്. F4 ഇങ്ങനെ ആക്ട് ചെയ്യുന്നു. അപ്പൊ ഇതിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതായിരിക്കും, ഈ ഡിസ്റ്റൻസ് ആയിരിക്കും പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പൊ ആ ഡിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് സോൾവ് ചെയ്താൽ F4 എന്ന് പറയുന്ന വാല്യൂ കിട്ടും. ഓക്കെ, അപ്പൊ മൈനസ് VB ഇൻറ്റു 2.5 മൈനസ് 0.625. ഓക്കെ, അപ്പൊ ആ ഒരു മൊമെന്റ് ആയി, VB കാരണമുള്ള മൊമെന്റ് ആയി. VBന്റെ വാല്യൂ 10 ആണ്. മൈനസ് 10 ഇൻറ്റു 1.875 എന്ന് വരും. പിന്നെയുള്ളത് F4 ആണ്. F4 ഇൻറ്റു ഇതിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് നമുക്ക് അറിയില്ല, കണ്ടുപിടിക്കണം. ഓക്കെ, F4 ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇതാണ്, അതിനെ Z എന്ന് പറഞ്ഞ് പേര് കൊടുത്തു. അപ്പൊ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഡിസ്റ്റൻസ് അറിയാം, 0.625 അല്ലെ. ഇത് 0.625 ആണ് ഈ ഡിസ്റ്റൻസ്. അതുപോലെ ഇത് 1.25 ആന്ന് പറയാം. ഇത് ഹൈപ്പോട്ടന്യൂസ് ആണ്, ഇത് അതിന്റെ അഡ്ജസ്റ്റന്റ് സൈഡ് ആണ്, ഈ ഒരു ആംഗിളുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട്. ഇത് അതിന്റെ ഓപ്പോസിറ്റ് സൈഡ്. അപ്പം ഹൈപ്പോട്ടന്യൂസ് അറിയാം, അഡ്ജസ്റ്റന്റ് സൈഡ് അറിയാമെങ്കിൽ നമുക്ക് ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിക്കാമല്ലോ. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് അഡ്ജസ്റ്റന്റ് സൈഡ് സ്ക്വയർ റൂട്ട് എടുത്താൽ മതി. ഓക്കെ, അപ്പൊ ആ വാല്യൂ നമുക്ക് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. അപ്പൊ Z ഈസ് ഈക്വൽ ടു 1.25 സ്ക്വയർ മൈനസ് 0.625 സ്ക്വയർ, 1.0825 മീറ്റർ എന്ന് കിട്ടും. അത് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. F4 ഇൻറ്റു 1.0825 ഈസ് ഈക്വൽ ടു 18.75 എന്ന് വരും. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ F4 നമുക്ക് 17.32 കിലോ ന്യൂട്ടൺ കിട്ടും. ആൻസർ പ്ലസിലാണ് കിട്ടുന്നത്. പ്ലസിൽ കിട്ടുന്നതുകൊണ്ട് നമ്മൾ അസ്യൂം ചെയ്തത് ടെൻസൈൽ ആയിട്ടായിരുന്നു. നമ്മുടെ അസംഷൻ ശരിയാണ്, ദ ഫോഴ്സ് ഈസ് ടെൻസൈൽ. F4 നമുക്ക് 17.32 കിലോ ന്യൂട്ടൺ ടെൻസൈൽ എന്നുള്ള രീതിയിൽ കിട്ടും. ഓക്കെ, ഇനി രണ്ടാമത്തത് വേറൊരു പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് മൊമെന്റ് എടുക്കുവാണ്. ഓക്കെ, ടേക്കിംഗ് ദ മൊമെന്റ്സ് ഓഫ് ഓൾ ഫോഴ്സസ് അബൌട്ട് പോയിന്റ് ബി ഓൺ ദ റൈറ്റ് പാർട്ട്. ഓക്കെ, ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് മൊമെന്റ് എടുക്കുവാണ്. ഓക്കെ, ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട്. അപ്പൊ ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നോക്കിയാലോ, അതിലൂടെ വരുന്ന ലൈൻ ഓഫ് ആക്ഷൻ ഏതൊക്കെ ഫോഴ്സുകളുടെയാണ് ബിയിലൂടെ വരുന്നത്? 10 കിലോ ന്യൂട്ടൺ ബിയിലൂടെയാണ് പാസ് ചെയ്യുന്നത്. അപ്പൊ 10 കാരണം, അതായത് VB കാരണം ബിയിൽ മൊമെന്റ് ഉണ്ടാവുന്നില്ല. ഓക്കെ, അപ്പൊ അത് നമുക്ക് ഒഴിവാക്കാം, ആ ലോഡ് ഒഴിവായിപ്പോയി. F4ന്റെ ലൈൻ ഓഫ് ആക്ഷൻ ത്രൂ ബി ആണ്, അപ്പൊ അത് ഒഴിവായിപ്പോയി. അതുപോലെ F7ന്റെ ലൈൻ ഓഫ് ആക്ഷൻ കണ്ടോ, F7 എങ്ങനെയാണ് പോകുന്നതെങ്കിലും അതിന്റെ ലൈൻ ഓഫ് ആക്ഷൻ ത്രൂ ബി ആണ്, അതുകൊണ്ട് തന്നെ അതിലേക്ക് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കില്ല. F7 ബിയിൽ ഉണ്ടാക്കുന്ന മൊമെന്റ് ഓൾസോ 0. അപ്പൊ F7 നമുക്ക് ഒഴിവാക്കാം, ബാക്കി F5 മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം അൺനോൺ ആയിട്ടുള്ളത്. ഓക്കെ, പിന്നെ 12 ഉണ്ട്, F5 ഉണ്ട്. ഓക്കെ, രണ്ട് ഫോഴ്സുകൾ. 10 ഓൾറെഡി എലിമിനേറ്റ് ആയി, F4ഉം F7ഉം എലിമിനേറ്റ് ആയി. അപ്പൊ ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് മൊമെന്റ് എടുത്താൽ സമ്മേഷൻ മൊമെന്റ് അബൌട്ട് ബി ഈസ് ഈക്വൽ ടു 0 ഈ റൈറ്റ് പാർട്ടില്. അപ്പം F7 ഇൻറ്റു 0, F4 ഇൻറ്റു 0, പിന്നെ ഉള്ളത് 12 ഇൻറ്റു ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അതെങ്ങനെയാ 12 വരുന്നത്? താഴോട്ട് വന്ന് ടുവേർഡ്സ് റൈറ്റ് എന്ന് പറയുമ്പോൾ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. അപ്പൊ മൈനസ് 12 ഇൻറ്റു ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2.5 മൈനസ് 0.625 ആണ്. പിന്നെയുള്ളത് ഏതാ? F5 ആക്ട് ചെയ്യുന്ന എങ്ങനെയാ? ഇങ്ങനെ ഇൻക്ലൈൻഡ് ആയിട്ടാണ് അല്ലെ. അതിന്റെ ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാ വരിക, ഇങ്ങനെ വന്ന് ഇതിലൂടെ പാസ് ചെയ്ത് ഇങ്ങനെ വരും. അപ്പൊ ഇവിടെ ഈ ആംഗിൾ 90 ഡിഗ്രിയാ. അപ്പൊ ഈ F5 എന്ന് പറയുന്ന ഫോഴ്സിന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് ആയിരിക്കും. ഓക്കെ, ഈ ഡിസ്റ്റൻസ് ആയിരിക്കും, അതായത് EB എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആയിരിക്കും അല്ലെ. അവിടെയല്ലേ കറക്റ്റ് പെർപെൻഡിക്കുലർ ആവുന്നത്. അതായത് F5 ഇതിലൂടെയൊക്കെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. F5 ഇപ്പൊ സിയിൽ എത്തിക്കഴിഞ്ഞാൽ ബിയിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അല്ല, അവിടെ ഒരു 60 ഡിഗ്രി ആംഗിളിലാണ് അവിടെ ഡിസ്റ്റൻസ് വരുന്നത്, ആ ഡിസ്റ്റൻസ് വരുന്നത്. അപ്പൊ പെർപെൻഡിക്കുലർ ആവുന്നത് കറക്റ്റ് E എന്ന് പറയുന്ന പോയിന്റിലാണ്. ഓക്കെ, അപ്പൊ F5 ഇൻറ്റു ആ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് EB എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആയിരിക്കും.
അപ്പൊ ഇ ബി ഡിസ്റ്റൻസ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനാവശ്യമായിട്ടുള്ള എല്ലാ ഡിസ്റ്റൻസുകളും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പൊ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അൺനോൺ ആയിട്ടുള്ള നെക്സ്റ്റ് ഫോഴ്സും കിട്ടും. ഓക്കെ, അപ്പൊ ടേക്ക് മൊമെന്റ് അബൌട്ട് ബി, ഓക്കെ, ഓൺ ദ റൈറ്റ് പാർട്ട്. അപ്പം -12 ഇൻറ്റു ആ ഡിസ്റ്റൻസ് 2.5 മൈനസ് 0.625 എന്ന് പറയുന്നത് 1.875 ആണ്. അതുപോലെ F5 ആക്ട് ചെയ്യുന്നത്, F5 ആക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? F5 ആക്ട് ചെയ്യുന്നത് താഴോട്ടാണ് അല്ലെ, അതായത് ഇങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്. ബി എന്ന് പറയുന്ന പോയിന്റ് റൈറ്റ് സൈഡിലാണ് ഉള്ളത്. അപ്പൊ താഴോട്ട് വന്ന് ടുവേർഡ്സ് റൈറ്റ് എന്ന് പറയുമ്പോൾ അതും ആന്റി ക്ലോക്ക് വൈസ് ആണ്. അപ്പൊ രണ്ട് ഫോഴ്സുകളും ആന്റി ക്ലോക്ക് വൈസ് ആണ്. അപ്പൊ മൈനസിലാണ് എഴുതുന്നത്. ഓക്കെ, -12 ഇൻറ്റു 1.875 മൈനസ് F5 ഇൻറ്റു, ഈ ഡിസ്റ്റൻസ് നമുക്ക് അറിയില്ല. അപ്പൊ ഞാൻ ഈ ഒരു ട്രയാങ്കിൾ എടുത്തു. ഇത് 90 ഡിഗ്രി, ഇത് 2.5, 30 ഡിഗ്രി. എനിക്ക് വേണ്ടത് ഇ ബി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ്. അപ്പൊ cos 30 is equal to adjacent side by hypotenuse. ഓക്കെ, ഇ ബി ബൈ സി ബി. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഇ ബി is equal to 2.165, അതായത് 2.5 ഇൻറ്റു cos 30 എന്നുള്ള രീതിയിൽ വരും. ഓക്കെ, അപ്പൊ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2.165 ആണ്. അപ്പം F5 നിന്ന് ബിയിലേക്കുള്ള, F5 ആക്ട് ചെയ്യുന്ന പോയിന്റ് നിന്ന് ബിയിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് 2.165 മീറ്റർ. ഓക്കെ, അപ്പൊ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. -F5 ഇൻറ്റു 2.165 is equal to 12 ഇൻറ്റു 1.875 ചെയ്യുമ്പോൾ -22.5 കിട്ടും. അത് RHSലേക്ക് വരുമ്പോൾ പ്ലസ് ആയി. F5 is equal to -22.5 by 2.165. ഇപ്പൊ F5 is equal to -392 കിലോ ന്യൂട്ടൺ എന്നുള്ള രീതി കിട്ടും. ഓക്കെ, മൈനസിലാണ് ആൻസർ കിട്ടുന്നത്. അതിന്റെ അർത്ഥം നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്ന ഡയറക്ഷൻ അല്ല F5 വരുന്നത്, കംപ്രസീവ് ആയിട്ടാണ് വരുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ F5 എന്ന് പറയുന്നത് 10.392 പ്ലസിൽ എടുത്ത് എഴുതി, എന്നാൽ ആ ഫോഴ്സ് കംപ്രസീവ് ആണ്. ഓക്കെ, F5 ഫോഴ്സ് ഈസ് കംപ്രസീവ്. അപ്പൊ നമുക്ക് രണ്ട് ഫോഴ്സുകൾ ഇപ്പൊ ഇവിടെ കിട്ടി. ഇനി മൂന്നാമത്തെ ഫോഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ സിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് മൊമെന്റ് എടുക്കുവാണ്. ഓക്കെ, സിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് മൊമെന്റ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ലൈൻ ഓഫ് ആക്ഷൻ നോക്കിക്കോളൂ. ഇപ്പം ഏതൊക്കെ ഫോഴ്സുകളുടെ ലൈൻ ഓഫ് ആക്ഷൻ ആണ് ത്രൂ സി വരുന്നത്? F5 ആൻഡ് F4 അല്ലെ. F5 എന്ന് പറയുന്ന ഫോഴ്സിന്റെ ലൈൻ ഓഫ് ആക്ഷനും അതുപോലെ F4 എന്ന് പറയുന്ന ഫോഴ്സിന്റെ ലൈൻ ഓഫ് ആക്ഷനും ഈസ് ത്രൂ സി തന്നെയാണ്. ഓക്കെ, അപ്പൊ ആ രണ്ട് ഫോഴ്സുകൾ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ബാക്കി കണ്ടുപിടിക്കാനുള്ള F7 നമുക്ക് അതിൻ്റെ അകത്ത് നിന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ സിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ മൊമെന്റ് എടുക്കുവാണ്. സിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് മൊമെന്റ് എടുത്തു കഴിഞ്ഞാൽ ആ ഇക്വേഷൻ്റെ അകത്ത് F5 F4 ഒഴിവായി അല്ലെ, രണ്ടിന്റെ ലൈൻ ഓഫ് ആക്ഷൻ ത്രൂ സി ആണ്. പിന്നെയുള്ള ഏതാ? F7 ഉണ്ട്. F7 എങ്ങനെ ആക്ട് ചെയ്യുന്നത്? ഇങ്ങനെയാണ്, സി താഴെയാണ്. അപ്പൊ ഈ ഡയറക്ഷൻ, അത് ആക്ട് ചെയ്യുന്ന ഡയറക്ഷൻ ഒന്ന് താഴോട്ട് വരുമ്പോൾ ആ ഒരു മൊമെന്റ് എന്ന് പറയുന്നത് ആന്റി ക്ലോക്ക് വൈസ് ആണ്. അപ്പൊ -F7 ഇൻറ്റു സിയിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, അതായത് ഈ ലോഡ് സിയിലേക്ക് പെർപെൻഡിക്കുലർ ആവുന്നത് ഇ എന്ന് പറയുന്ന പോയിന്റ് എന്നാ അല്ലെ, എവിടെയല്ലേ 90 ഡിഗ്രി വരുന്നത്. അപ്പം പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് EC ആയിരിക്കും. അപ്പൊ F7 ഇൻറ്റു EC എന്ന് പറയുന്ന കാര്യം നമുക്കറിയാം 1.25 ആണ് അല്ലെ. അപ്പൊ F7 ഇൻറ്റു EC, അപ്പൊ -F7 ഇൻറ്റു 1.25 ആണ് സിയിലേക്ക് F7 ഉണ്ടാക്കുന്ന മൊമെന്റ്. പിന്നെയുള്ള 12 ഉണ്ട്. 12 എങ്ങനെ ആക്ട് ചെയ്യുന്ന? താഴോട്ടാണ്. സി എന്ന് പറയുന്ന പോയിന്റ് ലെഫ്റ്റ് ആണ്. അപ്പൊ താഴോട്ട് വന്ന ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ അത് ക്ലോക്ക് വൈസ് ആണ്. അപ്പൊ +12 ഇൻറ്റു സിയിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 0.625. പിന്നെയുള്ളത് VB ആണ്. VB എങ്ങനെ ആക്ട് ചെയ്യുന്ന? മുകളിലോട്ടാണ്. സി എന്ന് പറയുന്ന പോയിന്റ് അതിന്റെ ലെഫ്റ്റ് ആണ്. ലെഫ്റ്റിലേക്ക് വരുമ്പോൾ അത് ആന്റി ക്ലോക്ക് വൈസ് ആണ്. അപ്പൊ -10 ഇൻറ്റു 2.5 സിയിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അപ്പൊ ഇതായിരിക്കും സിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൊമെന്റിന്റെ ഇക്വേഷൻ വരുന്നത്. സോൾവ് ചെയ്താൽ നമുക്ക് F7 കിട്ടും. അപ്പോൾ -VB ഇൻറ്റു 2.5 -F7 ഇൻറ്റു 1.25 പ്ലസ് 12 ഇൻറ്റു 0.625. ഓക്കെ, അപ്പോൾ -10 ഇൻറ്റു VB 10 ആണല്ലോ, -10 ഇൻറ്റു 2.5 -F7 ഇൻറ്റു 1.25 പ്ലസ് 12 ഇൻറ്റു 0.625. ഓക്കെ, ഈക്വൽ ടു 0. അപ്പോൾ -F7 ഇൻറ്റു 1.25 -17.5 ഈസ് ഈക്വൽ ടു 0. -F7 ഇൻറ്റു 1.25 ഈസ് ഈക്വൽ ടു 17.5. ഓക്കെ, ഇത് രണ്ടും ആഡ് ചെയ്താൽ 17.5 ആ കിട്ടുന്ന മൈനസിൽ. അപ്പൊ അത് RHSലേക്ക് വരുമ്പോൾ പ്ലസ് ആയി. F7 ഈസ് ഈക്വൽ ടു -17.5. -F7 ഇൻറ്റു 1.25 ഈസ് ഈക്വൽ ടു പ്ലസ് 17.5 വന്നു. രണ്ട് സൈഡിലും മൈനസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ പ്ലസ് ആയി, ഇപ്പുറത്ത് മൈനസ് വരും. അപ്പം F7 ഈസ് ഈക്വൽ ടു -17.5 by 1.25 -14 കിലോ ന്യൂട്ടൺ കിട്ടി. ഓക്കെ, മൈനസ് കിട്ടിയതുകൊണ്ട് ഞാൻ അസ്യൂം ചെയ്ത ഡയറക്ഷനിലല്ല F7 വരുന്നത്, ഞാൻ അസ്യൂം ചെയ്ത ടെൻസൈൽ ആയിട്ടായിരുന്നു. ദ ഫോഴ്സ് ഈസ് കംപ്രസീവ് എന്നുള്ള രീതി കിട്ടും. ഓക്കെ, F7 ഈസ് 14 കിലോ ന്യൂട്ടൺ കംപ്രസീവ്. അപ്പൊ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞ എല്ലാ ഫോഴ്സുകളുമായി F4 കിട്ടി.
F5 കിട്ടി ആൻഡ് F7 കിട്ടി. ഓക്കെ, 3 ഫോഴ്സുകളും മെത്തേഡ് ഓഫ് സെക്ഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ കണ്ടുപിടിച്ചു. നമുക്ക് കിട്ടിയ ആൻസർ ഒന്നും കൂടി എടുത്ത് എഴുതാം. ഫോഴ്സ് ഇൻ ദ മെമ്പർ ഡി F7 equal to 14 kilonewton compressive. Force in the member EC F5 is equal to 10.392 kilonewton compressive, and force in the member BC F4 is equal to 17.32 kilonewton tensile. ഓക്കെ, അപ്പൊ നമുക്ക് ആൻസർ കിട്ടി. നമ്മളിവിടെ ചെയ്തത് ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് റിയാക്ഷൻ കണ്ടുപിടിച്ചു. റിയാക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് ഡിസ്റ്റൻസുകൾ അവൈലബിൾ അല്ലായിരുന്നു. അപ്പൊ ട്രയാങ്കിളിന്റെ കൺസെപ്റ്റ് വെച്ച് ഡിസ്റ്റൻസുകൾ കണ്ടുപിടിച്ച് റിയാക്ഷൻസ് കണ്ടുപിടിച്ചു. അതിനുശേഷം നമ്മളോട് ഏത് മെമ്പേഴ്സിലെ ഫോഴ്സസ് ആണോ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ആ മെമ്പേഴ്സിലൂടെ കട്ട് ചെയ്യുന്ന രീതിയിൽ ഒരു സെക്ഷൻ എടുത്തു. അതിന്റെ ചെറിയ പാർട്ടായിട്ടുള്ള റൈറ്റ് പാർട്ട് ചൂസ് ചെയ്തു. ആ റൈറ്റ് പാർട്ടിൽ എല്ലാ ഫോഴ്സുകളും മാർക്ക് ചെയ്തു. റൈറ്റ് പാർട്ടിന്റെ ഫ്രീ ബോഡി ഡയഗ്രത്തിൽ കട്ട് ചെയ്തിട്ടുള്ള മെമ്പേഴ്സിലെ ഫോഴ്സസ് വരും. അത് ഞാൻ ടെൻസൈലിൽ അസ്യൂം ചെയ്തു. റിയാക്ഷൻ ഉണ്ടെങ്കിൽ റിയാക്ഷൻ വരും. ആ റൈറ്റ് പാർട്ടിൽ വരുന്ന റിയാക്ഷൻ മാത്രം. അതുപോലെ എക്സ്റ്റേണൽ ലോഡ്, റൈറ്റ് പാർട്ടിൽ വരുന്ന എക്സ്റ്റേണൽ ലോഡ് മാത്രം. ഓക്കെ, അപ്പൊ ആ റൈറ്റ് പാർട്ടിലുള്ള ഫോഴ്സുകളെല്ലാം ഇക്വിലിബ്രിയത്തിലാണെന്നുള്ളതാണ് കൺസെപ്റ്റ്. അതിൽ ഓരോ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട്, അതായത് രണ്ട് ഫോഴ്സുകൾ വെച്ച് എലിമിനേറ്റ് ആവുന്ന രീതിയിൽ ഞാൻ മൊമെന്റ് എടുത്തു. ഓക്കെ, എന്നിട്ട് 3 അൺനോൺ ഫോഴ്സസ് ഞാൻ ഇവിടെ കണ്ടുപിടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ.